യെസ്, തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ അറസ്റ്റിലായ സംവിധായകൻ ബി രഞ്ജിത്ത് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ കൊച്ചി പോലീസിന് കൈമാറുന്ന ബി രഞ്ജിത്തിനെ പുറത്തേക്ക് കൊണ്ടുവരും. അതിനുള്ള ദൃശ്യങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ്, കാത്തു നിൽക്കുകയാണ് മാധ്യമപ്രവർത്തകരടക്കം. നേരത്തെ ഇന്ന് വൈകിട്ടോടു കൂടി രഞ്ജിത്തിന്റെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആഷിക, നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം, സൂചിപ്പിച്ചു വന്നൊരു കാര്യം രഞ്ജിത്തിന്റെ സ്വാധീനം തന്നെയാണ്. രഞ്ജിത്ത് ഈ ഒരു പരാതി നടി സഹപ്രവർത്തകരുമായി പങ്കുവച്ചപ്പോൾ, അതായത് കാരവനിലേക്ക് വിളിപ്പിച്ച ലൈംഗികാതിക്രമം നടത്തിയ ശേഷം പെൺകുട്ടി ഇറങ്ങിയോടുകയായിരുന്നു. ഇറങ്ങിയോടി സഹപ്രവർത്തകരോടാണ് ആദ്യം ഈ കാര്യം പങ്കുവയ്ക്കുന്നത്. അത് പുറത്തു പോകുമെന്ന ഘട്ടത്തിൽ ഒരു ഒത്തുതീർപ്പിന് രഞ്ജിത്ത് ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യവും പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ ഒതുക്കി തീർത്ത് മുന്നോട്ട് പോകാമെന്നായിരുന്നു രഞ്ജിത്തിന്റെ നിലപാട്. പക്ഷെ അതിന് പറ്റാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഒരു കുടുക്കിൽ പെട്ടിരിക്കുന്നത്. വിനിഷ, കഴിഞ്ഞ 28-ാം തീയതിയാണ് പരാതി നൽകിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണ്ട് കഴിഞ്ഞ ജനുവരിയിൽ നടന്ന സംഭവത്തിന് ശേഷം ദീർഘനാളത്തെ ഒരു ഗ്യാപ്പ് പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് രഞ്ജിത്ത് ഈ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ സ്ഥിരീകരിക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയുകയില്ല. പക്ഷേ ഏതായാലും 28-ാം തീയതിയാണ് ഈ യുവനടി പരാതിയുമായി പോലീസിൽ സമീപിക്കുന്നത്. പോലീസിൽ സമീപിക്കുക എന്ന് വെച്ചാൽ സംസ്ഥാന പോലീസ് മേധാവിയെയും DGPക്കുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകുന്നത്. പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ പരാതി കൈമാറുകയും പ്രത്യേക അന്വേഷണ സംഘവും ഇതിന്റെ ചുമതല ഏറ്റെടുക്കുകയും യുവ നടിയുടെ മൊഴി രഹസ്യമായി രേഖപ്പെടുത്തി അതിന്റെ സാധുത പരിശോധിക്കുകയടക്കം ചെയ്യുന്നത്. ഈ സാധുത പരിശോധിച്ചിൽ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും രഞ്ജിത്തിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് കൃത്യമായി ഇടുക്കിയിലേക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് രഞ്ജിത്ത് പോകുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിൽ ലഭിക്കുന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി പോലീസ് മേധാവി ഇടുക്കി എസ്പിക്ക് നിർദ്ദേശം വരികയും അവിടെ നിന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക സംഘം ഇതിന്റെ നീക്കങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്ത് തൊടുപുഴയ്ക്ക് സമീപത്ത് വെച്ചാണ് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രഞ്ജിത്തിനെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുവാനായി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഏതാണ്ട് 9:30 രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖാമൂലമുള്ള മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊച്ചി പോലീസ് സംഘത്തിന് രഞ്ജിത്തിനെ വിട്ടു നൽകാൻ കഴിയാത്തതെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്. പക്ഷേ വിട്ടു നൽകേണ്ടതുള്ള എല്ലാത്തരം ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 2 വണ്ടി വാഹനം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കൊച്ചിയിൽ നിന്ന് തൊടുപുഴയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 25ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരായിരിക്കും രഞ്ജിത്തിനെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് കൊച്ചിയിൽ നിന്നെത്തിയിട്ടുള്ള പോലീസ് സംഘം സ്വീകരിക്കുന്നത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നതിന് മുൻപ് സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയിൽ മെഡിക്കൽ പരിശോധന, ആരോഗ്യ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ കൊച്ചിക്കും തൊടുപുഴയ്ക്കും ഇടയിലുള്ള ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ ആ നടപടിയും പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തുച്ഛവുമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി രഞ്ജിത്ത് ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. രഞ്ജിത്തിനെതിരെ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടിട്ടുള്ളത്. ഗുരുതരമായ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും നിർണായകമായ ചില സംഭവങ്ങൾ, നിർണായകമായ ചില മണിക്കൂറുകളാണ് ഈ കടന്നു പോകുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാണം കെട്ട ചില മണിക്കൂറുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മലയാള സിനിമയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന, മലയാള സിനിമയിലെ തന്നെ ഏറ്റവും സമകാലീനായ അതികായനായ സംവിധായകനെ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറി ലൈംഗികാതിക്രമം നടത്തിയെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ സംഭവം, ഏറ്റവും നാണം കെട്ട മണിക്കൂറുകൾ ഇതാ കടന്നു പോവുകയാണ് വിനിഷ.